ധ്യാനെ, അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നന്നായി പോയി. അത് നന്നായി പോയി അല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ. തൊലിക്കല്ലേ തൊലിക്കല്ലേന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ധ്യാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത്. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. കണ്ടില്ലല്ലേ? കണ്ടില്ല. അപ്പൊ ഞാന് എന്തായാലും ഞാനത് ആ പടം കാണുന്നു. ചെന്ന് അനുഭവിക്കളിയാ, അപ്പൊ നിനക്ക് നേരിട്ട് ബോധ്യാകും. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ എന്താന്നറിയില്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അങ്ങനെയാ. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞോ? സത്യം പറഞ്ഞു. അത് പടമായി കാണുമല്ലോ. അത് ചെറിയ അപകടമായിട്ട് എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കണ്ണിന് എന്നെ മുളകുടച്ചതേ ചെല്ലടാ നന്ദി കേട്ടവനെ. അല്ല, മാത്രമല്ല ഈ OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നാകുലൻ. വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സാറിന് എങ്ങനെ നിങ്ങളുടെ ഒരു രീതി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചിട്ടില്ല. നീ ഒന്ന് പിടിച്ച് എന്തിന്? ഞാൻ രാജിവെച്ച് നീയുമായിട്ടുള്ള സകല സമ്പർക്കവും വിട്ട്. പിന്നെ വിളിച്ചിട്ടില്ല. ഇന്റർവ്യൂ ഏറ്റു. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ പട്ടി വിളി നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.